ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഫോൺ സൈലൻ്റ് ആക്കി എല്ലാ നോട്ടിഫിക്കേഷനും ഓഫ് ചെയ്ത് നിങ്ങളൊരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, ഏറി കഴിഞ്ഞ ഒരു 15 മിനിറ്റ് അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? മിക്ക ആളുകളുടെയും അവസ്ഥ ഇതാണ്. ഉടനെ ഫോൺ എടുക്കും, ഇൻസ്റ്റാഗ്രാം തുറക്കും, വാട്സപ്പ് തുറക്കും, യൂട്യൂബ് നോക്കും. കാരണം അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകരും വിജയികളായ പല കലാകാരന്മാരും അവർ വളർന്ന ജനക്കൂട്ടത്തിനിടയിലല്ല, അവർ ഒറ്റയ്ക്കിരുന്ന സമയത്താണ്. പക്ഷെ ഇവിടെ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്: ഒറ്റപ്പെടൽ. സത്യം പറയട്ടെ, ഒറ്റക്കായിരിക്കുക ഒരിക്കലും അപകടമല്ല. പക്ഷെ തെറ്റായ രീതിയിൽ ഒറ്റക്കാകാതിരിക്കുന്നതാണ് അപകടം. അതാണ് പലർക്കും സംഭവിക്കുന്നത്. എങ്ങനെയെന്നല്ലേ ഇനി ഒരു കഥ പറയാം. ഒരു യുവാവുണ്ടായിരുന്നു. അവനൊരു ഒരുപാട് സുഹൃത്തുക്കളുണ്ടായി. എല്ലാ ദിവസവും പുറത്തു പോകും, എപ്പോഴും ചിരിക്കും, എല്ലാവരെയും സഹായിക്കും. പക്ഷെ ഒരു ദിവസം അവൻ്റെ ജീവിതത്തിൽ വലിയൊരു പരാജയം വന്നു. ഞാൻ കരുതിയവരിൽ പലരും പതിയാകുന്നു. ഫോൺ വിളികൾ കുറഞ്ഞു, മെസ്സേജുകൾ കുറഞ്ഞു. അപ്പോൾ അവൻ തീരുമാനിച്ചു, ആരുമായും സംസാരിക്കേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും. പക്ഷെ അവൻ ചെയ്തത് സോളിറ്റ്യൂഡ് അല്ലായിരുന്നു. അവൻ മുറിയിൽ തന്നെ അടച്ചിരുന്നു, ആരെയും കാണുന്നില്ല, സ്വയം കുറ്റപ്പെടുത്തുന്നു, ഞാൻ പോരാ, എന്നെ ആർക്കും വേണ്ട. ഇങ്ങനെ ചിന്തിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ ഏകാന്തത ഒറ്റപ്പെടലായി മാറി. ഇവിടെയാണ് വ്യത്യാസം. സോളിറ്റ്യൂഡ് നിങ്ങളെ വളർത്തും, ഒറ്റപ്പെടൽ നിങ്ങളെ അകത്ത് നിന്ന് തകർക്കും. ആളുകൾ ചെയ്യുന്ന 5 വലിയ തെറ്റുകൾ എന്താണെന്നറിയോ? ഒന്നാമതായി, സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യൽ. ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ അവൻ വിദേശത്ത്, അവൾ വിവാഹം കഴിച്ചു പോയി, അവന് പുതിയ കാറ്, പിന്നെ അങ്ങനെ 100 കാര്യങ്ങൾ. എൻ്റെ ജീവിതം മാത്രം എങ്ങനെയാണോ? ഇവിടെയാണ് മനസ്സ് തകരാൻ തുടങ്ങുന്നത്. ഓർക്കുക, നിങ്ങൾ അവരുടെ ഹൈലൈറ്റ്സ് മാത്രമാണ് കാണുന്നത്, അവരുടെ മുഴുവൻ ജീവിതവുമല്ല. രണ്ടാമതായി, സ്വന്തം വികാരങ്ങളിൽ നിന്ന് ഓടുക. ദുഃഖം വന്നാൽ ഉടനെ റീല്, മൂവി, മ്യൂസിക്, സ്ക്രോളിംഗ്. ഒരു നിമിഷം പോലും സ്വന്തം മനസ്സിനൊപ്പം ഇരിക്കാൻ തയ്യാറല്ല. പക്ഷേ വികാരങ്ങളിൽ നിന്ന് ഓടിപ്പോയാൽ അവ അപ്രതീക്ഷമാകില്ലേ? അവ പിന്നീട് കൂടുതൽ ശക്തമായി തിരിച്ചു വരും. മൂന്നാമത്തെ കാര്യം, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് വിശ്വസിക്കുക. ചിലപ്പോൾ ആരും നമ്മളെ വെറുക്കുന്നില്ല, അവർക്കും അവരുടെ ജീവിതത്തിലെ ഓരോ പോരാട്ടങ്ങളുണ്ട്. നമ്മൾ ഓരോ നിശബ്ദതയും തിരസ്കാരമായി തെറ്റിദ്ധരിക്കുകയാണ്. നാലാമതായി, സ്വയം സംസാരിക്കാതിരിക്കുക. നിങ്ങൾ അവസാനമായി സ്വയം ചോദിച്ചത് എപ്പോഴാണ്, എനിക്കും ശരിക്കും എന്താണ് വേണ്ടത്? ഞാൻ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? പലരും ലോകത്തെ അറിയാൻ ശ്രമിക്കുന്നു, പക്ഷെ സ്വന്തം മനസ്സിനെ അറിയാൻ ആരെങ്കിലും ശ്രമിക്കാറുണ്ടോ? ഇല്ലല്ലോ. അതായത് ഒറ്റക്കായിരിക്കുന്നത് പരാജയം എന്ന് കരുതുന്നത് നിർത്തണം. ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് എപ്പോഴും ബിസി ആയിരിക്കണം, എപ്പോഴും ആളുകളുടെ കൂടെ ഇരിക്കണം, അതാണ് സന്തോഷം. പക്ഷേ ചിലപ്പോൾ 1 മണിക്കൂർ ഒറ്റയ്ക്കിരുന്ന് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് 100 മോട്ടിവേഷണൽ വീഡിയോ കാണുന്നതിലും ശക്തമാണ്. എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഒരു കപ്പ് വെള്ളം എടുത്ത് നോക്കൂ. അതിൽ മണ്ണ് കലർത്തിയാൽ വെള്ളം മുഴുവൻ മങ്ങിയിരിക്കും. പക്ഷേ ആ കപ്പ് കുറച്ച് നേരം അനക്കാതെ വെച്ചാൽ മണ്ണ് താഴേക്ക് അടിയും, വെള്ളം വീണ്ടും തെളിയും. നമ്മുടെ മനസ്സും അങ്ങനെയാണ്. എപ്പോഴും ഓടിക്കൊണ്ടിരുന്നാൽ ചിന്തകൾ മയങ്ങിയിരിക്കും. കുറച്ചു നേരം നിശബ്ദമായി ഇരുന്നാൽ മനസ്സ് തെളിയും. പക്ഷെ ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒറ്റക്കായിരിക്കുക ശക്തിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും മികച്ച പലർക്കും നിശബ്ദതയെ ഇത്ര ഇഷ്ടമായിരിക്കുന്നത്? അവർക്കറിയാവുന്ന ഒരു രഹസ്യമുണ്ട്. അതാണ് ഈ വീഡിയോയുടെ അവസാനത്തെ ഭാഗങ്ങളിൽ പറയാൻ പോകുന്നത്. ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ നിക്കോള ടെസ്ല ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കൂ, അപ്പോഴാണ് പുതിയ ആശയങ്ങൾ ജനിക്കുന്നത്. ലോകത്തെ മാറ്റിമറിച്ച ഭൂരിഭാഗം ചിന്തകരും വിജയികളായ മനുഷ്യരും അവരുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും മനഃപൂർവ്വം ഒറ്റക്കാണ് ചിലവഴിക്കുന്നത്. മറ്റുള്ളവരാൽ ഒഴിവാക്കപ്പെടുമെന്ന പേടിയിൽ സ്വന്തം ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചവർ മറ്റാരേക്കാളും മാനസികമായി ശക്തരാണ്. മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന താൽക്കാലിക സന്തോഷത്തേക്കാൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ വിജയത്തിന് അത്യാവശ്യമാണ്. ഒറ്റപ്പെടൽ നിങ്ങളെ തകർക്കുകയാണോ അതോ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറാൻ പോവുകയാണോ എന്ന് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കും. നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും മാറ്റിമറിക്കുന്ന മോട്ടിവേഷൻ വീഡിയോ കാണുക. ഇനി നിങ്ങൾ ചിന്തിക്കൂ, ഒറ്റപ്പെടൽ നിങ്ങളെ ആൾക്കൂട്ടത്തിനിടയിലായിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് മറ്റുള്ളവരുടെ സ്വാധീനത്തിലാണ്. എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. നിങ്ങൾ ഒരു വലിയ തീരുമാനമെടുക്കാൻ പോകുമ്പോൾ സുഹൃത്തുക്കളുടെ ഇടയിലിരുന്ന് ആലോചിച്ചാൽ അവരുടെ പേടികൾ നിങ്ങളെ ബാധിക്കും. എന്നാൽ ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ശരിയായ തീരുമാനമെടുക്കാൻ കഴിയും. ശബ്ദകോലാഹലങ്ങൾ ഇല്ലാത്ത ശാന്തമായ അന്തരീക്ഷത്തിലാണ് മനുഷ്യൻ്റെ ബ്രെയിൻ ഏറ്റവും മികച്ച രീതിയിൽ വർക്ക് ചെയ്യുന്നത്.
ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഏകാന്തത അത്യാവശ്യമാണ്. ഇനി ഒരു എക്സാമ്പിൾ പറയാം. ലോക പ്രശസ്ത എഴുത്തുകാരിയായ JK റൗളിംഗ് ഹാരി പോട്ടർ എന്ന വലിയ പുസ്തകം എഴുതി തീർത്തത് ആൾക്കൂട്ടത്തിൽ നിന്നകന്ന് ഒരു ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്കിരുന്നാണ്. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി കാത്തു നിൽക്കാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. ആരും കൂടെയുണ്ട്, ആരും കൂടെയില്ല എന്ന ചിന്ത നിങ്ങളെ അലട്ടാതാവും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇന്നു മുതൽ ഒരു ചെറിയ കാര്യം ചെയ്തു തുടങ്ങൂ. ദിവസവും 15 മിനിറ്റെങ്കിലും ഫോൺ, സോഷ്യൽ മീഡിയ മാറ്റിവെച്ച് മറ്റാരുടെയും ശല്യമില്ലാതെ ഒറ്റയ്ക്കിരിക്കാൻ സമയം കണ്ടെത്തൂ. ആ സമയം നിങ്ങളുടെ ചിന്തകൾ ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കാം. ഇപ്പോൾ തന്നെ ഇതൊരു ശീലമാക്കാൻ ശ്രമിക്കൂ. നിങ്ങളുടെ ലൈഫ് മാറുന്നത് നിങ്ങൾക്ക് കാണാം. ശക്തിയാക്കി മാറ്റാൻ പഠിച്ചാൽ, നിങ്ങളുടെ ഏകാന്തതയെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറ്റാൻ പഠിച്ചാൽ ഈ ലോകത്ത് നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് മാറ്റിയേക്കാവുന്ന ഇതുപോലുള്ള മോട്ടിവേഷൻ വീഡിയോകൾക്കായി വോയിസ് ഓഫ് റസിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.